ഹായ് ഗായ്സ്, നമസ്കാരം. ഇന്ന് ഞാനും എൻ്റെ അനിയത്തിക്കുട്ടിയും കൂടെയും ചെയ്യാൻ പോകുന്നൊരു കഥയാണ്. അത് നമ്മുടെ അനിയത്തിക്കുട്ടി പറഞ്ഞ അനിയത്തി. ഒരു പശു ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് എലി പിടിച്ചാണ്. ഇതാണ് അനിയത്തിക്കുട്ടിയുടെ കഥ. പിന്നെ അടുത്തതാണ് എൻ്റെ കഥയാണ്. അനിയത്തിക്കുട്ടി എനിക്ക് പഠിപ്പിച്ചു തന്ന കഥയാണ്. അനിയത്തിക്കുട്ടി ആയതുകൊണ്ട് എൻ്റെ ഒക്കെ വാക്ക് പറയുന്നു. ആന ഇങ്ങനെ പമ്മി വരും, പാടിക്കേ. ആന ഇങ്ങനെ പമ്മി വരും, എലി ഇങ്ങനെ പമ്മി വരും. ഞാനും അനിയത്തിക്കുട്ടിയും കൂടെയും ചേർന്നുണ്ടാക്കിയ കഥയിൽ ഒരു പാട്ടായിരുന്നു. പിന്നെ നമുക്ക് ഇന്ന് ഞാൻ ഒരു കുട്ടി പൂച്ച ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു കുട്ടി പൂച്ചയായിരുന്നു. കുട്ടി പൂച്ച ഇതുപോലെ ഇങ്ങനെ പോവായിരുന്നു. അപ്പൊ ഇത് ഇതുപോലത്തെ ഒരു അണ്ണാനെ കണ്ടപ്പോ കുട്ടിപ്പൂച്ച ഓടിപ്പോയി ഇതുപോലെ. അപ്പൊ ആണെങ്കിൽ അണ്ണാനാണെങ്കിൽ ചാടി വന്ന് ഇവനോട് ഫൈറ്റ് ചെയ്തു. അപ്പൊ കുട്ടിപ്പൂച്ചാണെങ്കിൽ എന്ത് ചെയ്തു? ഇങ്ങനെ വന്ന് ചാടി വന്ന് ആ അണ്ണാനെ മാന്തി. അപ്പൊ അണ്ണാൻ എന്ത് പറ്റി? അണ്ണാനിങ്ങനെ പറന്ന് വന്ന് ഇങ്ങനെ നിന്നു. അപ്പൊ കുട്ടിപ്പൂച്ചയാണെങ്കിൽ അവൻ്റെ വാല് വേയിച്ചത് ഇത് ഇങ്ങനെ വന്ന് ഒരു കഴുത്തെ ചുറ്റി പിടിച്ച് എറിഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത ഡ്രോയിങ്ങിലോട്ട് പോവാം. അപ്പൊ നമുക്ക് നമ്മുടെ പൂച്ച ഉണ്ടാക്കാൻ ആദ്യം നമ്മുടെ പേപ്പർ എടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു സ്ക്വയർ ചെയ്യണമെങ്കിൽ ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ നമുക്ക് എടുക്കണം. ആ സ്ക്വയർ ചെയ്യുന്ന പോലെ ഇത് കഴിയുമ്പോൾ അടി വരുന്ന ആക്സസ് എടുക്കുന്ന നമ്മൾ ഇതുപോലെ നടക്കണം. ഇതുപോലെ അതൊക്കെ കഴിഞ്ഞാൽ കീ വരും. അപ്പം അത് കീറി കഴിയുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത് ഇങ്ങനെ മടക്കണം. അങ്ങനെ മടക്കി കഴിയുമ്പം നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് ഭാഗം നമ്മുടെ കുട്ടിയുടെ ചെവിക്ക് വേണ്ടി ഇങ്ങനെ പൊക്കി മടക്കും. നമുക്ക് പൂച്ചയുടെ കണ്ണും മുഖവും അനിയത്തിക്കുട്ടി പാട്ട് പാടുന്നു. അപ്പൊ നിങ്ങളും ഇതുപോലെ വീട്ടിലൊരു പൂച്ച ഉണ്ടാക്കി നോക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വെച്ച് കാണാം. ടാറ്റാ.